ഹായ്, ഞാൻ സലു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒരു തവണ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷനുണ്ട്, അതിലും പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിൻക പ്ലാന്റിൻ്റെ കെയർ, പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ എത്ര ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, വിൻക പ്ലാന്റ് നിറയെ പൂവിട്ട് നിൽക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. കഴിഞ്ഞ വീഡിയോ ബൊഹേംവില്ലെ കുറിച്ചായിരുന്നു. ഒരാഴ്ച കൊണ്ട് 1,00,000-ൽ കൂടുതൽ ആളുകളാണ് ആ വീഡിയോ കണ്ടത്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ കുറച്ച് ഡൗട്ട്സൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡൗട്ട്സ് എല്ലാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ജാൻസി മാഡം ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ജാൻസി മാഡം ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. ഇന്ന് ഞാൻ വിങ്കയുടെ പരിചരണം, നമുക്ക് സീസൺ ഫ്ലവർ ആയിട്ട് നമ്മൾ നടുന്ന വിങ്കയുടെ പരിചരണം, അതിൻ്റെ പരിപാലനം, അതിൻ്റെ പോട്ടി മിശ്രിതം, അതിനെന്ത് വളമാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി വരുന്ന ഒരു സമയമാണ്. മഞ്ഞൊക്കെ വന്നു തുടങ്ങി, മഴയൊക്കെ മാറി. അപ്പോൾ ചെടിത്തോട്ടത്തിൽ എപ്പോഴും നമുക്ക് കളർഫുള്ളായിട്ട് വെക്കാൻ നമുക്ക് വലിയ പൈസ ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെടികളാണ് വിങ്ക, പിറ്റൂണിയ, അതുപോലെ മിനിയേച്ചർ സീനിയ പോലുള്ള ചെടികൾ. അപ്പോൾ ആ ചെടികളിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഇപ്പോൾ നട്ടുപിടിപ്പിച്ചാൽ ഒരു എന്താ പറയുക, മണ്ണൊക്കെ ഒന്ന് ഉറച്ച് മഴയൊന്നും ഇല്ലാതെ നശിച്ചു പോകാതെ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ പലപ്പോഴും വിങ്ക നടുമ്പോൾ ഫ്രണ്ട്സ് പറയാറുണ്ട്, എൻ്റെ വിങ്ക ചീഞ്ഞു പോകുന്നു, അതുപോലെ ശിഖരങ്ങൾ ഉണങ്ങി പോകുന്നു എന്നൊക്കെ. അപ്പോൾ അതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ മണ്ണിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. മണ്ണ് കളി കെട്ടിയതോ അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പാണെങ്കിൽ നമുക്കത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് നാടൻ വിങ്ക കമ്പ് നട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് നട്ടോ കിട്ടുന്നുണ്ട് എങ്കിലും അതിൽ പൂവുണ്ടാവുന്നത് കുറച്ച് കുറവാണ്. എപ്പോഴും നമുക്ക് നഴ്സറികളിൽ നിന്ന് അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ചെറിയ മിനിയേച്ചർ വിങ്കകളിലാണ് ഒത്തിരി പൂക്കളുണ്ടായി ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ വർഷങ്ങളായിട്ട് വിങ്ക എൻ്റെ തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കാറുള്ളതാണ്. അപ്പോൾ അത് ഈ പ്രാവശ്യം ഞാൻ നഴ്സറിയിൽ വെറൈറ്റി കളറുകൾ നോക്കി ചെന്ന് കഴിഞ്ഞപ്പോൾ നഴ്സറികളിൽ നിന്ന് നമുക്ക് വെറൈറ്റി കളറുകൾ കിട്ടുന്നില്ല. കാരണം ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ നഴ്സറികളിൽ പുറത്തുനിന്ന് ചെടികൾ വരവ് കുറവായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം വെറൈറ്റി കളറുകളൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്തരം ഇതാണ്, വിങ്കയാണ്. ഇത് വളരെ വില കുറവാണ്. ഇതിപ്പോൾ കണ്ടോ, ഈ കവറിൽ ചെറിയ കവറാണെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണിത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് എൻ്റെ 20 രൂപയെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. വെറൈറ്റി കളറുകൾക്ക് ഇത്തിരി പൈസ കൂടും, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഇപ്പോഴും പൂവ് ഒത്തിരി ഉണ്ടായി നിന്നാൽ മതി. വെറൈറ്റി കളർ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉള്ള കളർ നമ്മൾ വെച്ച് നല്ല ഭംഗിയാക്കുക എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ഒരു 6 കളറോളം എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം ഞാൻ ഇന്ന് ഇതെങ്ങനെയാണ് നടുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാം. വിങ്ക നട്ടിരിക്കുന്നത് ഈ PVC പൈപ്പിൽ തീർത്ത ഈ സ്റ്റാൻഡിലാണ് കേട്ടോ. എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടാലെന്നറിയാം, ഞാൻ പല തരത്തിലുള്ള സ്റ്റാൻഡുകൾ PVC പൈപ്പ് ഉപയോഗിച്ച് മഴവെള്ളപ്പാത്തി ഉപയോഗിച്ചൊക്കെ ആണ് ചെയ്തിരിക്കുന്നത്. അതിനാണ് ചെടികൾ നട്ടിരിക്കുന്നത്, 10 മണി പോലുള്ള ചെടികളൊക്കെ. അപ്പോൾ നിങ്ങൾ അത് വീഡിയോ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒരു കാലത്തും നമ്മുടെ തോട്ടത്തിൽ നിന്ന് നശിച്ചു പോകില്ല. നമുക്ക് എല്ലാ വർഷവും ഓരോരോ വെറൈറ്റി ചെടികൾ നമുക്ക് ഇതിനകത്ത് നട്ട് മനോഹരമാക്കാമെന്ന്. അപ്പോൾ കൂടുതലും ഞാൻ 10 മണികളാണ് നട്ടിരുന്നത്. ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ സീസൺ ഫ്ലവേഴ്സായിട്ടുള്ള വിങ്ക പോലുള്ള ചെടികൾ കൂടി ഇതിനകത്ത് നടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചട്ടിയിലായാലും നടാം, ചട്ടിയിൽ നട്ടും മനോഹരമാക്കി വെക്കാം. എങ്കിലും എനിക്ക് തോന്നുന്നു അതിലും കൂടി കുറച്ചും കൂടി നല്ല ഭംഗി നമ്മുടെ പൂന്തോട്ടത്തിന് അഴക് ഇതുപോലത്തെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാക്കിയാൽ, ഇപ്പോൾ വിങ്ക മാത്രമല്ല ഏത് തരത്തിലുള്ള ചെടികളും നമുക്ക് പിറ്റൂണിയ, അതുപോലെ നമുക്ക് കിട്ടുന്ന സീനിയ ഉണ്ട്, ഇപ്പോൾ മിനിയേച്ചർ സീനിയ വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് നട്ട് നല്ല മനോഹരമാക്കാം കേട്ടോ. അപ്പോൾ ഈ PVC പൈപ്പിൽ ഇതെങ്ങനെയാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ കഴിഞ്ഞ എൻ്റെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇത് നമ്മുടെ മഴവെള്ളപ്പാത്തി, അതായത് കഴിഞ്ഞ ജനുവരിയിൽ ഞങ്ങളുടെ വീടിൻ്റെ ഡ്രസ് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശേഷം വന്ന ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഒരേ ലെങ്ത്തിൽ മുറിച്ച് അത് നമുക്ക് ആക്രിക്കാർക്കൊന്നും കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചതുകൊണ്ട് കഴിഞ്ഞ ലോക്ക്ഡൗൺ പീരീഡിലാണ് ഞങ്ങളിത് ഇതുപോലെ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയെടുത്തത്. ഒത്തിരി സ്റ്റാൻഡുകൾ നമ്മുടെ ഈ പൂന്തോട്ടത്തിലുണ്ട്. എല്ലാത്തിലും തന്നെ ഞാൻ ഒത്തിരി പൂക്കളുണ്ടാവുന്ന ചെടികൾ തന്നെ നടാനാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പോഴും 10 മണിയൊക്കെ എന്ന് വെച്ചാൽ രാവിലെ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ വിരിഞ്ഞിട്ടുണ്ടാവില്ല.
എന്നാൽ തിരിച്ച് വരുമ്പോൾ വാടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം ചെടികളുടെ ഭംഗിയൊന്നും കൂടുതൽ പൂക്കളുടെ ഭംഗിയൊന്നും 10 മണിയുടെ ആസ്വദിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനി ഈ സീസൺ ഫ്ലവേഴ്സ് കുറച്ച് ഈ സ്റ്റാൻഡുകളിൽ വെച്ചാൽ നമുക്ക് കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമയും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ചെടി ഇങ്ങനത്തെ സ്റ്റാൻഡുകളിലേക്ക് മാറ്റിയത് കേട്ടോ. വിങ്ക പോലുള്ളത്. അപ്പോൾ വിങ്ക കുറേ നാൾ പൂവുണ്ടായി നിന്നോളും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് നടന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മൾ കവറിൽ നിന്ന് എടുത്ത വിങ്കയുടെ തൈയാണത്. ഇതിൻ്റെ റൂട്ട് കണ്ടാലറിയാം. ഇതുണ്ടോ, നാര് പോലെ നമുക്ക് പടർന്നു പോകുന്ന ടൈപ്പുള്ള വേരാണ് ഇതിന്. ഇതിനകത്ത് വലിയ കനമുള്ള തായ്തണ്ടൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അതുപോലെ നേർത്ത വേരുകളാണ്. അപ്പോൾ ഇവയ്ക്ക് എപ്പോഴും വേര് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള മണ്ണായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നഴ്സറികളിൽ അവർ ഇത് നമ്മളിത് ഹോർമോൺ എന്തോ ചേർത്താണ് ഇത് നട്ട് ഇതുപോലെ ആക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനകത്ത് അവരുടെ മിക്സിങ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പശ പോലത്തെ മണ്ണാണ് കവറിൽ കാണാറ്. അപ്പോൾ നമുക്ക് ആ പശ പോലത്തെ കവർ വയ്ക്കുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ മണ്ണായിട്ട് ജോയിൻ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതുപോലെ ഫ്രീ ആക്കിയിട്ടിട്ട് നമ്മുടെ മണ്ണായിട്ട് ഇവരെ ചേർത്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിന് ഞാൻ 2 തരം മണ്ണ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കളി കെട്ടി, അതായത് ചെളി കൂടിയിട്ടുള്ള മണ്ണാണ്. നമ്മളിതിങ്ങനെ നനച്ചിട്ടുള്ള മണ്ണ് ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടോ അതുപോലെ കട്ടയായിട്ട് പോകും. ഈ മണ്ണ് ഒരു കാരണവശാലും വിങ്ക നടാനായിട്ട് എടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ മണ്ണ് ഒരിക്കലും വിങ്ക നടാൻ അല്ലെങ്കിൽ പിറ്റൂണിയ നടാൻ അല്ലെങ്കിൽ സീസൺ ഫ്ലവേഴ്സ് നടാനായിട്ട് ഉപയോഗിക്കരുത്. എനിക്ക് ഇതുപോലത്തെ മണ്ണിൽ നട്ടിട്ട് പലപ്പോഴും ചെടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതാണ്. അപ്പോൾ മണ്ണെടുക്കേണ്ടത് ഇതുപോലത്തെ മണ്ണ് കണ്ടോ. ഇത് നമ്മുടെ തൊടിയിൽ ഈ ഇലകളും പച്ചിലകളും അല്ലെങ്കിൽ കരിയിലകളൊക്കെ ഉണങ്ങി നമ്മുടെ വീട്ടിൽ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ മണലൊക്കെ ആയിട്ട് ഊർന്നിറങ്ങി വരുന്ന വെള്ളത്തിൽ കൂടെ ഒഴുകി വരുന്ന തരത്തിലുള്ള മണ്ണാണ് കണ്ടോ. മണൽ കൂടുതൽ. അതുപോലെ പച്ചിലയുടെ കമ്പോസ്റ്റ് ഉണ്ട്, ഇല ഉണങ്ങി പൊടിഞ്ഞ കമ്പോസ്റ്റൊക്കെ ഉണ്ട്. അത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും കാണാൻ സാധ്യതയുണ്ട്. ഇതുപോലത്തെ മണ്ണായിരിക്കണം എടുക്കേണ്ടത്. ഇതിപ്പം നനഞ്ഞാലും ഇതുപോലെ കട്ട കുത്തൂല. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ വേരുകൾ, ഈ ചെടിയുടെ വേരുകൾ ഇതിനകത്ത് പടർന്ന് നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വന്നോളും. അപ്പോൾ ഈ മണ്ണാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലേക്ക് ഇടാൻ പോകുന്നത്, അതിനകത്തേക്ക് നടാൻ പോകുന്നത്. ഈ PVC പൈപ്പിലെ സ്റ്റാൻഡിലാണ് ഞാൻ ഇപ്പോൾ വിങ്ക നടാൻ പോകുന്നത്. ഇതിനകത്ത് വിങ്ക നട്ടിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ ഈ മണ്ണ് എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്നും ചെടി നടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയതാണ്. ഇതറിയാലോ, മഴവെള്ളപ്പാത്തിയാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം പോകാനായിട്ട് ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഇത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നടാനായിട്ട് പോവുകയാണ് വിങ്ക. അതിനകത്ത് നമ്മൾ ആദ്യം കുറച്ച് മണ്ണ്, ഈ മണ്ണ് ശ്രദ്ധിച്ചാൽ അറിയാം കണ്ടോ, തുരുതുരുപ്പായിട്ട്, അതായത് ഒട്ടും കട്ട കുത്താതെ വെള്ളം ശരിക്കും വാർന്നു പോകാവുന്ന രീതിയിൽ, എന്നാൽ വേര് നന്നായിട്ട് ഓടുന്ന രീതിയിൽ വേണം ഇടാൻ. ഇതിനകത്ത് ജൈവവളങ്ങളായിട്ട് നമ്മുടെ പച്ചിലകളും ഉണങ്ങിയ ഇലകളൊക്കെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് മണലുണ്ട്. മഴ പെയ്തു പോകുന്നതിൻ്റെ ആ ഒരു മണ്ണിലുള്ള വളവും എല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതിനകത്ത് ചാണകപ്പൊടി ഒന്നും യൂസ് ചെയ്യില്ല. ചാണകപ്പൊടി ഒന്നും ഇങ്ങനത്തെ വിങ്ക പോലുള്ള സീസൺ ഫ്ലവേഴ്സിന് ഇപ്പോൾ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവയ്ക്ക് ശരിക്കും ഒരു രാസവളങ്ങൾ, അതായത് പൂവ് ഉണ്ടാവാനായിട്ട് നമ്മൾ വാങ്ങുന്ന ബൂസ്റ്റ് പോലത്തെയുള്ള പൂക്കളുടെ ബൂസ്റ്റ് പോലത്തെയുള്ള രാസവളങ്ങളോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന ഹോർമോണുകളോ കിട്ടും. അതുമാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതൽ ജൈവവളം ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഇലകൾ വരും, പൂക്കൾ കുറയും. അതുമാത്രമല്ല തണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകും, വേരുകൾ കെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കറഞ്ഞ മണ്ണും കുഴഞ്ഞ മണ്ണും ഉപയോഗിക്കരുത്. പച്ച ചാണകം പ്രത്യേകിച്ചും. ഉണങ്ങിയ ചാണകപ്പൊടി ഒരല്പം ചേർത്ത് നിർത്തി വലിയ കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ പച്ച ചാണകമോ അല്ലെങ്കിൽ കമ്പോസ്റ്റ്, പച്ചക്കറികളുടെയൊക്കെ വേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റോ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മണ്ണ് കുറച്ചിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന വിങ്ക എടുത്തു. ഞാനിപ്പോൾ ഇവിടെ ഒരു റെഡ് നട്ടിട്ടുണ്ട്. ഞാൻ ഒരേപോലത്തെ കളർ നടുന്നതിലും എനിക്കിഷ്ടം ഇങ്ങനെ മിക്സ് ചെയ്ത് നടുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ജസ്റ്റ് ഇതിവിടെ ഒന്ന് ഫ്രീ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഫ്രീ ആക്കിയിട്ടുണ്ട്, വേര് നന്നായിട്ട് ഓട്ടം കിട്ടാൻ വേണ്ടി. അതവിടെ ഉറപ്പിച്ച് വെച്ചു. വീണ്ടും നമ്മൾ മണ്ണിടുന്നു. ഉണ്ടോ, ശരിക്കും ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അവ നല്ല ഫ്രീ ആയിട്ട് നനയുകയും ചെയ്യും. അതുപോലെ വേര് നന്നായിട്ട് ഓടുന്ന രീതിയിലായിരിക്കണം മണലും ഈ അല്ലെങ്കിൽ ഈ കരിയില കമ്പോസ്റ്റൊക്കെ അടങ്ങിയ മണ്ണ്. ഒരു കളറും കൂടി ഞാനിതിനകത്ത് നടാൻ പോവാണ്. കവർ ഇതുപോലെ പൊട്ടിച്ചെടുക്കുക. അടിയിലത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നമ്മളത് എടുക്കണ്ട, നമുക്ക് ആ താഴെയുള്ളത് പോയിക്കോട്ടെ. നമുക്ക് വേര് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടണമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി ഇങ്ങനത്തെ സ്റ്റാൻഡ് PVC പൈപ്പിൽ ഉണ്ടാക്കുന്ന സ്റ്റാൻഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടതുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ പോട്ടാണെങ്കിൽ നമുക്ക് 1 or 2 കളർ ഒരുമിച്ച് നട്ടാലും ഭംഗിയുണ്ടാവും കേട്ടോ. വലിയ പോട്ടിലൊക്കെ വെച്ചാലും ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഭംഗി ഒരു വെറൈറ്റി ഇതേപോലത്തെയുള്ള സ്റ്റാൻഡുകളിൽ വെക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ ഇതിനകത്ത് മറ്റൊരു കളർ നടാം. ഈ കളർ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേര് ഫ്രീ ആക്കി വയ്ക്കുക. ഇതുപോലെ നട്ടിടുക കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ വേരൊക്കെ ഒന്ന് ഫ്രീ ആക്കിയതുകൊണ്ട് ഇവിടെ ചെടിക്ക് ചെറിയൊരു അനക്കം പറ്റി കാണുമല്ലോ. അപ്പോൾ 2-3 ദിവസം നമുക്ക് ഇതിന് തണൽ എന്തെങ്കിലും ഒന്ന് കുത്തി കൊടുക്കണം. വല്ല മരത്തിൻ്റെ ചില്ലകൾ എന്തെങ്കിലും ഒടിച്ച് തണൽ കുത്തി കൊടുക്കുക. ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വാട്ടം, വെയിൽ കൊണ്ടിട്ടുള്ള വാട്ടം വരികയാണെങ്കിൽ അത് മാറിക്കോളും. പിന്നെ നല്ല ഉഷാറായിട്ട്, ഇതൊക്കെ 1 മാസം മുമ്പ് കുഞ്ഞൊരു തൈ വാങ്ങിച്ച് നട്ടതാണ്. കണ്ടോ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് വീട്ടിലുള്ള നാടൻ വിങ്കയിൽ. അതായത് ഞാൻ കൊമ്പ് നട്ടും അതുപോലെ ഇതിൻ്റെ കായ പാവിയും നട്ടുപിടിപ്പിച്ച നാടൻ വിങ്ക. പക്ഷെ എനിക്കിതിനകത്ത് പൂക്കൾ കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ വിത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് ഇതാണ് വിത്ത്. ഇതുപോലെ ഒന്ന് മഞ്ഞ കളറായി പഴുത്ത് വരുമ്പോൾ തന്നെ പറിച്ച് വെച്ച് നമ്മൾ ഒരു ചെറിയ ഒരു കുപ്പിയിലിട്ട് വെച്ച് ഉണക്കി, അത് ഉറുമ്പും ഇതൊന്നും കൊണ്ടുപോകാതെ മണലും ചകിരിച്ചോറും ചേർത്ത മിശ്രിതത്തിൽ ചേർത്ത് പാവി പിടിപ്പിച്ചാൽ തൈ കിട്ടും. പക്ഷെ എനിക്ക് എന്താണാവോ, എനിക്ക് തൈ നട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ഉണങ്ങിപ്പോകും, അതല്ലാന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, പൂക്കൾ കുറവാണ്. എത്ര നമ്മൾ ഗ്രീൻ കെയർ എന്തൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താലും പൂക്കൾ കുറവായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കായ. ഈ കായയും നമുക്ക് പാവി പിടിപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നേച്ചർ സീനിയാണ്. ഇതും നന്നായിട്ട് നമുക്ക് പൂട്ട് വരുന്നതാണ്. ഇതിലും നട്ടിരിക്കുന്നത് അതുപോലത്തെ മണ്ണ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഉപയോഗിച്ച പോലെ തന്നെ ഈ കമ്പോസ്റ്റൊക്കെ കൂടിക്കിടക്കുന്ന നമുക്ക് മരങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ആ മരത്തിൻ്റെ അടിയിൽ ഇതുപോലെ കരിയിലേക്ക് ഉണങ്ങിയിട്ടുള്ള മണ്ണ് കാണും. ആ മണ്ണ് നമുക്കെടുത്താലും നന്നായിരിക്കും. അതിനകത്ത് അത്യാവശ്യം വളമുണ്ട്. പിന്നെ ഇവർക്ക് വേറൊരു ജൈവവളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇവർക്ക് നമ്മുടെ ഗ്രീൻ കെയറോ അല്ലെങ്കിൽ 19-19 വെള്ളം നേർപ്പിച്ചതോ ഒക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. കഴിഞ്ഞ വീഡിയോ ബോഗൺവില്ലയുടെ പരിചരണമായിരുന്നു. അതിൻ്റെ പരിചരണവും പ്രൊപ്പഗേഷനും അതിന് എന്താണ് വളം കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ളതായിരുന്നു ഞാൻ ഷെയർ ചെയ്തിരുന്നത്. ആ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഒത്തിരി നന്ദി കേട്ടോ. അതിനകത്ത് പറയാൻ വിട്ടുപോയ 1-2 ടിപ്സും കൂടി, 1-2 കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാണ്. വേറെ ഒന്നുമല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ച ബോഗൺവില്ലയാണ്. ഇതിനകത്ത് നോക്കിയാൽ അറിയാം പൂക്കളായി തുടങ്ങി. ഞാൻ ചെയ്തത് ഗ്രീൻ കെയർ സ്പ്രേ ചെയ്തു. ഗ്രീൻ കെയർ വളർച്ചയ്ക്കുള്ളതുകൊണ്ട് പൂക്കളിടാനുള്ളതുകൊണ്ട് 2 ടൈപ്പ് ഉണ്ട്. അത് രണ്ടും കൂടി ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് സ്പ്രേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ വളർച്ച ആയ ഒരു ചെടിയാണെങ്കിൽ പൂവിന് മാത്രമായിട്ടുള്ള ഗ്രീൻ കെയർ കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ 19-19 എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ 19-19 ചെടികൾ ഹെൽത്തി ആവാനായിട്ടാണ്. ഹെൽത്തിയായി വരുന്ന പൂക്കൾ വലുപ്പവും നിറവും ഒക്കെ കൂടുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 19-19 NPK വളങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെടി ഉഷാറായി വരുന്നത് പോലെ 2 ആഴ്ച കൂടുമ്പോൾ 19-19 നിങ്ങൾ കൊടുത്തോളൂ. ഗ്രീൻ കെയർ പക്ഷേ പൂവുണ്ടാവുന്നത് വരെ, മുട്ടുണ്ടാവുന്നത് വരെ എല്ലാ ആഴ്ചയിലും നമ്മൾ തെളിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ജൈവവളങ്ങൾ ഒത്തിരി ചെടികൾക്ക് ഇടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചെടികളൊന്ന് ഹെൽത്തി ആവാൻ വേണ്ടി മാത്രം നമ്മൾ അത് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രയോഗം നിർത്തുക. അതിനകത്ത് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പച്ചക്കറികളുടെ വേസ്റ്റ് ചീച്ചെടി ഒഴിക്കുന്നു, അതുപോലെ പച്ച ചാണകം കലക്കി ഒഴിക്കുന്നു ചെടികളിൽ. ഇതൊന്നും പാടില്ല. ചെടികളിൽ എപ്പോഴും രാസവള പ്രയോഗം തന്നെയാണ് പൂക്കൾ ഒത്തിരി ഉണ്ടാവാനായിട്ട് നല്ലത്. അപ്പോൾ ചെടി ഹെൽത്തി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാണകത്തിൻ്റെയോ എല്ലുപൊടിയുടെയോ ഒന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് ബോഗൺവില്ലയ്ക്ക് വലിയ വളത്തിൻ്റെ ആവശ്യമില്ല, ജൈവവളത്തിൻ്റെ. അതിന് നമുക്ക് ഇതുപോലെ പൂ ഉണ്ടാവാനായിട്ടുള്ള ഹോർമോണുകൾ എന്തെങ്കിലും ചെയ്താൽ മതി. ഒരുമാതിരി നല്ല നാടൻ ബോഗൺവില്ലയിൽ നന്നായിട്ട് പൂക്കൾ അല്ലാതെ തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒത്തിരി ഇലകളുണ്ടെന്ന് പറഞ്ഞ് പൂക്കളില്ല എന്ന് പറയുന്ന ആളുകൾ ഇതുപോലെ ഇലകൾ ഒന്ന് നുള്ളിക്കളയുന്നത് നന്നായിരിക്കും കേട്ടോ. ബോഗൺവില്ല പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം വന്ന ശിഖരങ്ങളാണിത്. കണ്ടാലറിയാം. ഈ ശിഖരത്തിൽ ഇതുപോലെ ഒത്തിരി ഇലകളായിരുന്നു.
അപ്പോൾ ഈ ഇങ്ങനെ ഇലകൾ കൂടുതലാവുമ്പോൾ നമുക്ക് ഈ ഓരോ ഓരോ ഇതിലും പൂവുണ്ടാവേണ്ട ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ പൂവ് ഉണ്ടാവാതായപ്പോൾ ചെയ്ത ഒരു ടിപ്പാണ് എനിക്ക് ഒരു നഴ്സറിയിലെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതിൻ്റെ ഇലകൾ കൂടുതലുള്ളതുകൊണ്ടാണ് പൂക്കൾ കുറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ബോഗൺവില്ലയുടെ ചെടിയിൽ നിന്നും ഇതുപോലെ ഇലകൾ നുള്ളി കളയാനായിട്ട് പറഞ്ഞിരുന്നു അയാൾ. അപ്പോൾ അതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇതുപോലെ നിർത്താം. അതിൻ്റെ ഓരോ മുകളും കണ്ടല്ലോ, മുട്ടായി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഓരോ ഇതിലേക്കും നമുക്ക് ഇതുപോലെ മുട്ട് വരും. അതിന് ഈ ഇലകൾ കുറച്ച് ഇതുപോലെ അടർത്തി കളഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെ ഇത്രയും മതി കേട്ടോ, കൂടുതൽ കളയരുത്, ഇത്രയും നിർത്താം. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ നീണ്ടു പോയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വളച്ച് ഇതുപോലെ നല്ല രീതിയിൽ പോകാത്ത രീതിയിൽ ചെടി വളച്ച് നിർത്തിയാൽ, ഒരു ഐഡിയയിൽ നിർത്തി കഴിഞ്ഞാൽ അതൊരു ബുഷായിട്ട് നമുക്ക് തോന്നും. അപ്പം ഞാൻ അതുപോലെ മിക്കതും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വളച്ച് നിർത്താം, ഒടിയാത്ത രീതിയിൽ പതുക്കെ നമ്മളൊന്ന് വളച്ച് നിർത്തി കഴിഞ്ഞാൽ, വളച്ചൊന്ന് പതുക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഇതൊരു ബുഷായിട്ട് ഇതുപോലെ നല്ല രീതിയിൽ വന്നോളും. ഇതുപോലെ നല്ല രീതിയിൽ ബുഷായിട്ട് വന്നോളും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്.